വിളപ്പിൽശാല സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ശ്വാസതടസ്സത്തെ തുടർന്ന് ചികിത്സ തേടിയെത്തിയ ബിസ്മിർ എന്ന യുവാവ് മരണപ്പെട്ട സംഭവം കേരള നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ പോരിന് വഴിയൊരുക്കി. ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയും ആശുപത്രികളിലെ കെടുകാര്യസ്ഥതയും ഉയർത്തിക്കാട്ടി പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. പി.സി. വിഷ്ണുനാഥ് MLA ആണ് സഭയിൽ ഈ വിഷയം അവതരിപ്പിച്ചത്. സംസ്ഥാനത്തെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണെന്നും ഓരോ ദിവസവും നിഷ്കളങ്കരായ മനുഷ്യർ സിസ്റ്റത്തിന്റെ ഇരകളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും വിഷ്ണുനാഥ് ആരോപിച്ചു. വിളപ്പിൽശാലയിലെ ആശുപത്രിയിൽ നടന്ന മനുഷ്യത്വരഹിതമായ നടപടികളാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബിസ്മറിന് ശ്വാസതടസ്സം നേരിട്ടപ്പോൾ ഭാര്യ അദ്ദേഹത്തെ ഏറ്റവും അടുത്തുള്ള വിളപ്പിൽശാല ആശുപത്രിയിലാണ് എത്തിച്ചത്. എന്നാൽ അവിടെ എത്തുമ്പോൾ ആശുപത്രിയുടെ പ്രധാന ഗ്രില്ല് 3 പൂട്ടിയ നിലയിലായിരുന്നു. അടിയന്തര ചികിത്സ തേടിയെത്തിയ ഒരാൾക്ക് മുന്നിൽ ആശുപത്രി വാതിലുകൾ അടച്ചിടുന്നത് എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വിഷ്ണുനാഥ് ചോദിച്ചു. തനിക്ക് 2 പിഞ്ചു കുഞ്ഞുങ്ങൾ ഉണ്ടെന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നും ബിസ്മിർ കരഞ്ഞു പറഞ്ഞത് ആരും കേട്ടില്ല. ആശുപത്രി ഗില്ലുകൾ പൂട്ടിയതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പട്ടി വരുമെന്നതും സ്ത്രീ ജീവനക്കാർക്ക് സുരക്ഷ വേണമെന്നുമാണ് ഡോക്ടർ മറുപടി നൽകിയത്. സുരക്ഷയ്ക്ക് ഒരു സെക്യൂരിറ്റിയെ വെക്കുന്നതിന് പകരം ആശുപത്രി തന്നെ പൂട്ടിയിടുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് പ്രതിപക്ഷം പറഞ്ഞു. ബിസ്മിറിന്റെ കുടുംബവുമായി താൻ സംസാരിച്ചുവെന്ന് വിഷ്ണുനാഥ് വെളിപ്പെടുത്തി. എന്നാൽ മരണം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും ആരോഗ്യ വകുപ്പിന്റെ ഒരു ഉദ്യോഗസ്ഥൻ പോലും ആ കുടുംബത്തെ ബന്ധപ്പെട്ടിട്ടില്ല. പരാതിക്കാരുടെ മൊഴിയെടുക്കാതെ എന്ത് റിപ്പോർട്ടാണ് ആരോഗ്യവകുപ്പ് തയ്യാറാക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. കുറ്റക്കാരെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള അന്വേഷണ പ്രഹസനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. സത്യസന്ധമായ അന്വേഷണം നടത്തി വീഴ്ച വരുത്തിയവർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പാലക്കാട് ചികിത്സാ പിഴവിനെ തുടർന്ന് 4ാം ക്ലാസ്സുകാരന്റെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവം വിഷ്ണുനാഥ് സഭയിൽ ഓർമ്മിപ്പിച്ചു. ആശുപത്രിയിൽ എത്തിയപ്പോൾ ഉണ്ടായിരുന്ന എന്റെ കൈ എവിടെ പോയി എന്ന് ആ കുഞ്ഞ് ചോദിക്കുമ്പോൾ നൽകാൻ നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ പക്കൽ എന്ത് മറുപടിയാണ് ഉള്ളതെന്ന് അദ്ദേഹം ചോദിച്ചു. വയറ്റിൽ കത്രികയുമായി വർഷങ്ങളോളം കഴിയേണ്ടി വന്ന ഹർഷിനിയുടെ അവസ്ഥയും സഭയിൽ ചർച്ചയായി. നീതി തേടി ഹർഷിന ആരോഗ്യമന്ത്രിയുടെ വീടിന് മുന്നിൽ സമരം ഇരിക്കേണ്ടി വരുന്നത് നാണക്കേടാണെന്ന് വിഷ്ണുനാഥ് പറഞ്ഞു. സിസ്റ്റം കൊലപ്പെടുത്തിയ കൊല്ലത്തെ വേണു അടക്കമുള്ളവരുടെ പേരുകൾ അദ്ദേഹം സഭയിൽ വിളിച്ചു പറഞ്ഞു. പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടിയായി വാമനപുരം MLA DK മുരളി രംഗത്തെത്തി. കേരളത്തിലെ ആരോഗ്യ മേഖല കൈവരിച്ച നേട്ടങ്ങളെ തകർക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. ചില ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ചു കാട്ടി ആരോഗ്യ വകുപ്പിനെ അപകീർത്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. UDF കാലത്തെ വീഴ്ചകൾ വിസ്മരിക്കരുത്. 2015 ചികിത്സ കിട്ടാതെ നിഖിൽ എന്ന രോഗി മരിച്ചത് സഭയിൽ അന്നത്തെ മന്ത്രി തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. അന്ന് നിശബ്ദരായിരുന്നവരാണ് ഇന്ന് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് മുരളി ആരോപിച്ചു. ചില മാധ്യമങ്ങൾ മരണത്തെ പോലും രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് DK മുരളി പറഞ്ഞു. വിളപ്പിൽശാലയിൽ രോഗി എത്തിയപ്പോൾ തന്നെ ഡോക്ടർ കാണുകയും ചികിത്സ നൽകുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യ സാധ്യമായതെല്ലാം അവിടെ ചെയ്തിരുന്നു. എന്നാൽ ചാനലുകളിൽ വാർത്ത വരുന്നതുവരെ ആർക്കും പരാതി ഉണ്ടായിരുന്നില്ല. ആരോഗ്യമന്ത്രിയെ വ്യക്തിപരമായി ലക്ഷ്യം വെച്ച് നടക്കുന്ന പ്രചാരണങ്ങൾ ജനങ്ങൾ തിരിച്ചറിയും. ആശുപത്രിയിൽ മരണങ്ങൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് നടക്കുന്നതെല്ലാം വലിയ മഹാസംഭവങ്ങളായി ചിത്രീകരിച്ച് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനാണ് പ്രതിപക്ഷ നീക്കമെന്നും അദ്ദേഹം സഭയിൽ പറഞ്ഞു.